ഹായ് കൂട്ടുകാരെ, ഞാനിവിടെ എൻ്റേതായ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ വീട്ടിൽ പിടിച്ച ഞാലിപ്പൂവൻ പഴമാണ്. ഇത് അപ്പത്തിൻ്റെ മാവാണ്, അപ്പത്തിനാട്ടിയ മാവ്. അപ്പോൾ ഇത് വെച്ച് ഞാൻ എൻ്റേതായ ഒരു രീതിയിലൊരെണ്ണം ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ അപ്പത്തിൻ്റെ മാവിനകത്ത് ഞാനിവിടെ ചേർക്കാൻ പോകുന്ന ഗോതമ്പ് പൊടി, മൈദ ഓരോ സ്പൂൺ വീതം, മൈദ, റവ, അരിപ്പൊടി, പിന്നെ കുറച്ച് അവിൽ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇത് ചേർക്കാൻ പോവുകയാണ്. ഇത് ശരിയാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും വേണ്ട ഒരു സ്പൂൺ ഗോതമ്പ് പൊടി, ഒരു സ്പൂൺ മൈദ, ഒരു സ്പൂൺ റവ, ഒരു സ്പൂൺ മൈദ ഇട്ടായിരുന്നോ? ആദ്യം ഇട്ടത് റവയാണെന്ന് തോന്നുന്നു. അല്ല, റവയല്ല, പുട്ടുപൊടി. എന്തായാലും ഞാൻ ഈ റവയും പുട്ടുപൊടി ഇട്ടിട്ടുണ്ട്. എനിക്കെന്തോ തിരിഞ്ഞു പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് റവ, പിന്നെ കുറച്ച് അവിലൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായി ഇളക്കാം. കുറച്ച് സോഡാപ്പൊടി ശകലം വേണമെങ്കിൽ ഇടാം. ഞാൻ അപ്പത്തിൻ്റെ ഇതിനകത്ത് സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അത് ഇടുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് ഈ പഴം ഞാൻ ഉടച്ച് ചേർക്കാൻ പോവുകയാണ്. അപ്പം ഞാനകത്ത് ചേർത്തേക്കുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം. റവ, ഗോതമ്പ് പൊടി, അരിപ്പൊടി, മൈദ, ഇത് മൂന്നുമാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് മധുരം മതി, അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ മധുരത്തിന് വേണ്ടി. പിന്നെ പഴമല്ലേ ഉടച്ച് ചേർക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ലൂസായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങാവെള്ളവും കൂടെ ചേർക്കുകയാണ്, ലൂസാവാനേ. അപ്പോൾ ഇത് നല്ലോണം ഇളക്കിയെടുക്കണം. ഞാനിത് പുഴുങ്ങിയെടുക്കുകയല്ല, പാനകത്ത് വെച്ച് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ അടിയിലൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു പാനകത്ത് ഒഴിച്ച് അങ്ങനെ ചെയ്യത്തില്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യുകയാണ്. ഇഡ്ഡലിത്തട്ടിൽ വെച്ച് പുഴുങ്ങിയെടുക്കുകയല്ല. അപ്പോൾ അവിടെ 3 പഴം ഞാൻ തൊലിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ഉടയ്ക്കത്തില്ലേ, അപ്പോൾ അങ്ങനെ ഉടച്ച് ചേർക്കാം. അപ്പോൾ അങ്ങനെ ഉടച്ച് ചേർക്കാൻ പോവുകയാണ്. ഇത് ഞാനിപ്പോൾ വീട്ടിൽ പിടിച്ച പഴമാണ്. അപ്പോൾ പഴം കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ ഇത് പഴം ഞാനിങ്ങനെ നന്നായിട്ട് കൈവച്ച് ഉടച്ച് ഇതിനകത്ത് ചേർക്കാൻ പോവുകയാണ്. ഈ മാവ് ഞാൻ നന്നായിട്ട് തേങ്ങാവെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ലൂസാക്കിയിട്ടുണ്ട്. ഞാനിവിടെ ഇതിങ്ങനെ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. അപ്പോൾ എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് നന്നായിട്ട് ഇളക്കി എടുക്കാം. ഇളക്കിയിട്ടത് 10 മിനിറ്റ് ഇതവിടെ ഇരിക്കട്ടെ. ഇവിടെ ഞാനൊരു പഴയ പാൻ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ല ഇതൊഴിച്ച് വേവിക്കാനുള്ള പാൻ വെച്ചേക്കുകയാണ്. സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് കുറച്ച് നെയ്യ് തടവാൻ പോവുകയാണ്. പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവാം. ഇവിടെ ഞാൻ നെയ്യ് തടവിയിട്ടുണ്ട്. നമുക്ക് ഈ കലക്കി വെച്ചേക്കുന്ന ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഇതൊഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് പഴം ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു പഴവും കൂടെ വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇത് പറക്കി ഇങ്ങനെ വെക്കാമെന്ന് വെച്ചു.
എങ്ങനായി വരുമോ എന്തോ അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ പറക്കി വയ്ക്കാം. റൗണ്ടിൽ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്കിത് അടച്ച് വേവിക്കാം. അടച്ച് വെച്ചിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ ഇത് വെക്കാവൂ. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലിട്ടേക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ശരിയായിട്ടുണ്ട്. ഞാനിത് ഓഫാക്കിയാണ്. അപ്പോൾ ഇനി തണുത്തിട്ട് നമുക്ക് ഇത് ഇളക്കിയിടാം. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. തീ ഓഫ് ചെയ്ത് ഇതെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിതെടുത്തിനകത്തോട്ട് ഇടുകയാണ്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ.